ഈ റോളിംഗ് ബോർഡ് നിരോധനം എന്ന് പറഞ്ഞ ലോകത്ത് പാടില്ലാത്ത ഒരു ജന്തുവാണ് പുഴുക്കളെ നശിപ്പിക്കുക. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ചിലപ്പോൾ 10 മക്കളായിരിക്കാം, 5 മക്കളായിരിക്കാം, 3 മക്കളായിരിക്കാം. അതുവരെ ഇല്ലാതാക്കുന്ന ഒരു ജന്മമാണ് റോളിംഗ് ബോർഡ് എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യം ഈ ട്രോളിംഗ് ബോർഡ് അത് നിർത്തിക്കളയണം. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് വന്നിരിക്കുന്നത്. 101 ഇനം കര ഉണ്ടെങ്കിൽ അതേപോലെ കടലിലും 1001 ഇനമുണ്ട്. അതെല്ലാം നശിപ്പിച്ച് തറമട്ടാക്കുന്നതാണ് റോളിംഗ് ബോർഡ് നിരോധനം. മീനിൽ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ആളുകളിൽ പലർക്കും. പറഞ്ഞുകൊണ്ടാ യൂട്യൂബിലെ ചാനലിലാണ് കൂടുതൽ ഇത് വെറുതെ വേണ്ടാത്ത പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. മത്സ്യം കഴിക്കരുത്, വിഷാംശം മത്സ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ മത്സ്യം കഴിച്ച അസുഖങ്ങൾ വരുമെന്ന് യൂട്യൂബ് പരസ്യം കണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് കപ്പലിതായിരുന്നു, പക്ഷെ അത് പൊങ്ങുന്നു ഇത് പൊങ്ങുന്നു, മീൻ വിഷത്തെ കുടിച്ച് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തിയാണ്. കപ്പൽ മുങ്ങിയത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റുകളിലൊക്കെ കടകളിലൊക്കെ നോക്കിയാൽ കാണാം ആളുകളൊക്കെ വളരെ കുറവാണ്. കാരണം മീനിൽ എന്തെങ്കിലും വിഷാംശം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് ആളുകളിൽ പലർക്കും. അതുകൊണ്ട് തന്നെ മീൻ വാങ്ങുന്നതും വളരെ കുറവാണ്. ഇപ്പോൾ മത്സ്യമേഖലയെ തന്നെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് വന്നിരിക്കുന്നത്. അത് അവരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വള്ളക്കടവിലാണ്. ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി എന്താണെന്ന് നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ ചോദിച്ച് നോക്കാം. ചേട്ടാ, അപ്പോൾ ട്രോളിംഗ് നിരോധനമാണ് വന്നിരിക്കുന്നത്. മത്സ്യമേഖലയെ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കുന്നു? പണിയൊന്നുമില്ല, ഒരുപാട് നഷ്ടങ്ങളായി. എനിക്കും ബോട്ടുണ്ട്, 50,000 അടുപ്പിൽ നഷ്ടമായി. പോയിട്ട് ഒന്നുമില്ല, ഒരു പ്രതിഫലമില്ല. ഈ മറ്റേ ഫിഷിങ്ങൊക്കെ ഉണ്ട്, അതടിക്കണം. മറ്റേ കപ്പലിൽ വല അടിക്കണം ഉള്ളിലോട്ട്. മറ്റേ മടിയുണ്ട്, അതൊക്കെ എല്ലാം കോരി എടുക്കണം. മീൻ ഒന്ന് മറ്റേ തട്ടുമുടി ഉണ്ടല്ലോ, വെട്ടത്തിന് കുഞ്ഞു മീനൊക്കെ അവർ പിടിക്കണം. അപ്പം മീനെല്ലാം കുഞ്ഞു മക്കളെ കൊന്നിളഞ്ഞ മീൻ ഇവിടെ നിന്ന് വളരുമില്ല. അത് വളർന്നാൽ തന്നെ വലിയ മീനാവും. അങ്ങനെ ഇതൊക്കെ വരാൻ പോയി മീൻ കുറഞ്ഞു. ഈ 52 ദിവസമാണല്ലോ, അപ്പോൾ അത് വലിയ രീതിയിൽ ബാധിക്കും അല്ലേ? വലിയ രീതിയിൽ ബാധിക്കും 52 ദിവസം. ഈ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടല്ലേ? ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞ് ഈ കപ്പലിലെ മീൻ പിടിച്ച മീനെല്ലാം അയ്യെന്ന്, ആൾക്കാർ ചത്തുപോകുമെന്ന്. അങ്ങനെ അതൊക്കെ അവർ വെറുതെയാണ് ഉണ്ടാക്കിയത്. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ധനസഹായമാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു സഹായമില്ല, സർക്കാർ ഒരു സഹായമില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ്? നമ്മുടെ ആവശ്യം ഈ ട്രോളിംഗ് ബോർഡ് അത് നിർത്തിക്കളയണം. ഈ മീനൊക്കെ എല്ലാം കൊച്ചു കൊച്ചു മീനെല്ലാം പിടിക്കുകയാണ്. പിടിച്ചിട്ട് ഇപ്പം കടലിൽ മീൻ വളരെ കുറവാണ്. മീൻ ട്രോളിംഗ് നിരോധനം വന്നല്ലോ 52 ദിവസത്തെ. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് നേരിടുന്നത്? ഇവിടെ വിദേശ കപ്പൽ ലൈസൻസ് നരേന്ദ്രമോദിയല്ല, നരസിംഹറാവു വരുന്ന സമയമാണ് 150 കപ്പലിന് ലൈസൻസ് കൊടുത്തത്. ആ സമയമേ കടൽ അരിക്കാൻ തുടങ്ങി. റോളിംഗ് നിരോധനം എന്ന് പറയുന്നത് ഈ കടലെ നശിപ്പിക്കുന്ന ഒരു ജാതിയാണ് റോളിംഗ് എന്ന് പറയുന്നത്. സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണിപ്പോൾ. അതിൻ്റെ ഇടയ്ക്ക് കപ്പലിതായിരുന്നു, പക്ഷെ അത് പൊങ്ങുന്നു ഇത് പൊങ്ങുന്നു, മീൻ വിഷത്തെ കുടിച്ച് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഭയപ്പെടുത്തിയാണ്. മത്സ്യത്തൊഴിലാളി കൊണ്ടുവരുന്ന മീനിന് പാതി വില പോലും ലഭിക്കുന്നില്ല ഇവിടെ. ഞങ്ങൾ സാധാരണ ഇവിടെ പോകുന്ന പുഴുക്കളെ പിടിച്ചാണ് ജീവിക്കുന്നത്. ഈ റോളിംഗ് ബോർഡ് നിരോധനം എന്ന് പറയുന്നത് 52 ദിവസമല്ല, ഒരു വർഷമല്ല. ഈ റോളിംഗ് ബോർഡ് നിരോധനം എന്ന് പറഞ്ഞ ലോകത്ത് പാടില്ലാത്ത ഒരു ജന്തുവാണ് പുഴുക്കളെ നശിപ്പിക്കുക. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിക്കുന്ന ചിലപ്പോൾ 10 മക്കളായിരിക്കാം, 5 മക്കളായിരിക്കാം, 3 മക്കളായിരിക്കാം. അതുവരെ ഇല്ലാതാക്കുന്ന ഒരു ജന്മമാണ് റോളിംഗ് ബോർഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ അവർ പാമ്പ്, തേള്, പല്ലി, നമ്മൾ പറയുന്നത് കരയ്ക്ക് മാത്രം മൃഗങ്ങളുണ്ടെന്നില്ല. 101 ഇനം കര ഉണ്ടെങ്കിൽ അതേപോലെ കടലിലും 1001 ഇനമുണ്ട്. അതെല്ലാം നശിപ്പിച്ച് തറമട്ടാക്കുന്നതാണ് റോളിംഗ് ബോർഡ് നിരോധനം എന്ന് പറഞ്ഞാൽ. ഇതിൽ നിന്നും ഇവരെ കുറച്ചുകൂടെ നീട്ടി മാറ്റുന്നത് വലിയ സന്തോഷം മത്സ്യബന്ധനത്തിന്. മീൻ കഴിക്കുക ഇപ്പോൾ ആൾക്കാർ കുറവാണ്. അത് പറഞ്ഞുകൊണ്ടാ യൂട്യൂബിലെ ചാനലിലാണ് കൂടുതൽ ഇത് വെറുതെ വേണ്ടാത്ത പരസ്യങ്ങൾ ഉണ്ടാക്കുന്നത്. മത്സ്യം കഴിക്കരുത്, വിഷാംശം മത്സ്യം കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആ മത്സ്യം കഴിച്ച അസുഖങ്ങൾ വരുമെന്ന് യൂട്യൂബ് പരസ്യം കണ്ടാണ് ഇപ്പോൾ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ മത്സ്യം കഴിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ കാര്യങ്ങൾ? നമുക്ക് അങ്ങനെ ഒരു തടസ്സവും ഇല്ല. മത്സ്യം നല്ലതാണ്, സത്യസന്ധമായ മത്സ്യം. അതുകൊണ്ടാണ് നമുക്ക് ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇവിടെ തീരദേശവാസികൾ ആര് കഴിച്ചിട്ടും ഒരു കുഴപ്പമോ മത്സ്യത്തിന് അങ്ങനെ കുഴപ്പമൊന്നും ഇല്ല. ഈ 52 ദിവസം ഇനി എങ്ങനെ കടന്നു പോകും? 52 ദിവസവും ഞങ്ങളുമായിട്ട് ബാധ്യതയില്ല. നമ്മളെല്ലാം ഇവിടെ നിന്ന് കരയിൽ നിന്ന് പോയി ചെറിയ ബോട്ടുകളിൽ മീൻ പിടിച്ചിട്ട് വരുന്നവരാണ്. ഈ റോളിംഗ് നമ്മളുമായിട്ടൊരു ബാധ്യതയില്ല. പക്ഷേ റോളിംഗ് ഇല്ലാതിരുന്നാൽ നമുക്ക് നല്ലതാണ്.
ട്രോളിങ് മൊത്തത്തിലില്ലെങ്കിൽ നമുക്ക് നല്ല ജീവിതമാണ്. ഞങ്ങളിവിടെ തീരദേശം കൂടുതലും ജനങ്ങൾ കിടക്കുന്നതെല്ലാം ചെറിയ ബോട്ടിലെ ജീവിതങ്ങളാണ്. ട്രോളിങ്ങും നമ്മളുമായിട്ട് ബാധ്യത വരുന്നില്ല. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ നമ്മോട് പറഞ്ഞത് ഈ ചെറുവള്ളങ്ങളിൽ പോകുന്ന തൊഴിലാളികൾക്കൊന്നും ഈ ഒരു ട്രോളിംഗ് നിരോധനം വന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യമല്ല നിലവിലുള്ളത് എന്നാണ്. എന്നാലും മത്സ്യത്തൊഴിലാളികളൊക്കെ തന്നെ പ്രതിസന്ധിയിലുമാണ്. കാരണം ഈ ഡീസലിൻ്റെ വില വർധനവ്, കൂടാത്തതിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പൽ മുങ്ങിയത് കൊണ്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്, ഇതൊക്കെ തന്നെ കണക്കിലെടുത്താകണം ഈ സർക്കാർ ഇവർക്കുള്ള ധനസഹായം പ്രഖ്യാപിക്കേണ്ടത്. അതാണ് അവരുടെ ആവശ്യവും.